കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഭർത്താവ് മരിച്ച സ്ത്രീയുടെ പേരിൽ 35 ലക്ഷം രൂപയുടെ വ്യാജ വായ്പ. സംഭവത്തിൽ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. 5 ലക്ഷം രൂപ എടുത്ത് തിരിച്ചടച്ചതിനു ശേഷം ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് തട്ടിപ്പ് അറിയുന്നതെന്ന് മൂർക്കനാട് സ്വദേശി ജയ്ഷ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 2014 ജയ്ഷയുടെ ഭർത്താവ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ വായ്പയെടുക്കുന്നത്. പിന്നീട് ഭർത്താവിന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് വായ്പ തീർപ്പാക്കുകയും ചെയ്തു. ഭർത്താവിന്റെ മരണശേഷമാണ് 35 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിൽ ബാധ്യതയുണ്ടെന്ന് കാട്ടി നോട്ടീസ് വരുന്നത്. എന്നാൽ തങ്ങൾ വായ്പ എടുത്തിരുന്നില്ല എന്ന് കുടുംബത്തിന് ഉറപ്പായിരുന്നു. ഇതോടെയാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോയത്. പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പരാതി കൊടുത്തു. പക്ഷെ അവര് ഈ ബാങ്കിൽ ഇങ്ങനെ ഓരോ രേഖകൾ കാണിച്ച് ഞങ്ങളെ തിരിച്ചയച്ചു. പിന്നെ ക്രൈംബ്രാഞ്ചിലും അവിടെയും പോയി കൊടുത്തു. പക്ഷെ അവരൊക്കെ തന്നെയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ കോടതിനെ സമീപിച്ചു. ലോണ് ഇത്രയും 35 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചേട്ടൻ തന്നെ തിരിച്ചടക്കെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ അതിനുള്ളതൊന്നും ഇല്ലില്ല. 3 മക്കളാണ്. പോലീസിലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലും പരാതി പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് കോടതിയെ സമീപിച്ചത്. ജയ്ഷയുടെ ഹർജിയിൽ ബാങ്കിന്റെ മുൻ മാനേജർ ബിജു കരീമിനെതിരെ കേസെടുക്കാൻ ഉത്തരവായി. ആദ്യമായാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കേസെടുക്കാൻ കോടതി ഉത്തരവിടുന്നത്. അതേസമയം വായ്പ നൽകിയതിലും ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്നാണ് സ്ഥല ഉടമയായ ഗൗതമന്റെ സഹോദരൻ വ്യക്തമാക്കുന്നത്. ഈ ഭൂമി പണയപ്പെടുത്താൻ അധികാരമില്ലാത്തൊരു ഭൂമിയാണ്. അച്ഛൻ്റെ വിൽപത്രപ്രകാരമാണ് അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഗൗതമൻ്റെ സ്ഥലമല്ല, അത് അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള ഭൂമിയാണ്. അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള ഭൂമിയിൽ ആ വിൽപത്രത്തിൽ തന്നെ പറയുന്നുണ്ട് അത് ഒരിക്കലും പണയം വയ്ക്കാനോ വിൽക്കാനോ പാടില്ല എന്നുള്ളത്. ഗൗതമൻ സ്ഥലം വിറ്റ വകയിൽ ഏകദേശം 50 ലക്ഷം രൂപയോളം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നേരത്തെ സ്ഥിര നിക്ഷേപം നടത്തിയിരുന്നു. ആ പണത്തെക്കുറിച്ച് ഒരറിവും ഇപ്പോൾ ഇല്ല. ഇതും അന്നത്തെ തട്ടിപ്പ് സംഘം കൈക്കലാക്കിയെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.